ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിമി ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. 4 സെമസ്റ്ററിലായിട്ട് ഓരോ മൊഡ്യൂൾ വൈസാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെമസ്റ്റർ 1ൻ്റെ മൊഡ്യൂൾ 1 സേഫ്റ്റി പ്രാക്ടീസസ് ആൻഡ് ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സേഫ്റ്റി സൈൻ? ചിത്രത്തിലൊരു സേഫ്റ്റി സൈൻ തന്നിട്ടുണ്ട്, ഇത് ഏതാണെന്നുള്ളതാണ്. ഈ സേഫ്റ്റി സൈനിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് പോയിൻറ്റ് എന്നുള്ളതിൻ്റെ ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് പോയിൻ്റാണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ സൈനാണ്. നമുക്ക് 4 തരത്തിലാണ് സേഫ്റ്റി സൈൻ ഉള്ളത്. ഓരോ ഓപ്ഷനിലും 4 ഓപ്ഷനിലും ഓരോ സേഫ്റ്റി സൈനുകൾ പറഞ്ഞിട്ടുണ്ട്. വാണിംഗ് സൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഹസാർഡ്നെസ്സിനെ വാണിംഗ് തരുന്ന സിഗ്നലാണ് വാണിംഗ് സൈൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഒബേ ചെയ്യേണ്ട സിഗ്നൽസിനെയാണ് അല്ലെങ്കിൽ സൈൻസിനെയാണ് നമ്മൾ മാൻഡേറ്ററി സൈൻസ് എന്ന് പറയും. പ്രൊഹിബിഷൻ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ഡു, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഹിബിഷൻ സൈൻ ചെയ്യുന്നത്. ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള, ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൈനുകളെയാണ് ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ആ സൈൻ തരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സൈൻ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സൈനാണ്. ഓപ്ഷൻ ഡി. വാട്ട് ഈസ് സ്മൂത്തറിങ് ഇൻ ഫയർ എക്സ്റ്റിങ്വിഷർ? സ്മൂത്തറിങ് ഇൻ ഫയർ എക്സ്റ്റിങ്വിഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡാണുള്ളത്. ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡാണുള്ളത്. ഒന്ന് സ്മൂത്തറിങ്, രണ്ടാമത്തത് സ്റ്റാർവിങ്, മൂന്നാമത്തത് കൂളിംഗ്. ഇതിൽ ആദ്യത്തത് ആഡിങ് ഫ്യൂവൽ എലമെൻറ്റ് ടു ദ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റിങ്വിഷൻ മെത്തേഡല്ല. നമ്മൾ കത്തുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്വിഷ് അല്ലേ ചെയ്യുക, അത് കൂടുതൽ എൻഹാൻസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫയർ എക്സ്റ്റിങ്വിഷിങ് മെത്തേഡ് അല്ല. റിമൂവിങ് ഫ്യൂവൽ ഫ്രം ദ ഫ്യൂവൽ എലമെൻറ്റ് ഫ്രം ദ ഫയർ. അപ്പോൾ നമുക്ക് ഫയർ ഉണ്ടാവുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഫ്യൂവലാണ്, രണ്ടാമത്തത് ഓക്സിജനാണ്, മൂന്നാമത്തത് ടെമ്പറേച്ചറാണ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫയർ എക്സ്റ്റിങ്വിഷ് ആവുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ആരെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ആരെയാണോ നമ്മൾ കൺട്രോളിൽ വെക്കുന്നത്, അതനുസരിച്ചാണ് നമുക്ക് സ്മൂത്തറിങ്, സ്റ്റാർവിങ്, കൂളിംഗ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഫ്യൂവൽ എലമെൻറ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാർവിങ്. നമ്മൾ യൂസിങ് വാട്ടർ ടു ലോവർ ദ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചറിനെയാണ് കൺട്രോൾ ചെയ്യുന്നതിൽ അതിനെയാണ് നമ്മൾ കൂളിംഗ് എന്ന് പറയും. ഐസൊലേറ്റിംഗ് ദ ഫയർ ഫ്രം ദ സപ്ലൈ ഓഫ് ഓക്സിജൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മൂത്തറിങ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മൂത്തറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ഫയർ ഉണ്ടാവാനുള്ള 3 കാരണങ്ങളിൽ ആരെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് എക്സ്റ്റിങ്വിഷിംഗ് മെത്തേഡ് വരുന്നത്. ഫ്യൂവലിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൽ അതിനെ സ്റ്റാർവിംഗ് എന്ന് പറയും. ടെമ്പറേച്ചറിനെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ കൂളിംഗ് എന്ന് പറയും. സപ്ലൈ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്മൂത്തറിംഗ് എന്ന് പറയും. ഓപ്ഷൻ ഡി. വിച്ച് ഈസ് ദ ഫിസിക്കൽ ഹസാർഡ്? നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഹസാർഡുകളുണ്ട്. ആ ഹസാർഡിൽ ഫിസിക്കൽ ഹസാർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഹസാർഡാണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹസാർഡാണ്. കൊറോസീവ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഹസാർഡാണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഹസാർഡാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. ഇതല്ലാതെ നമുക്ക് വരുന്ന മറ്റ് ഫിസിക്കൽ ഹസാർഡ്സുകളാണ് ഒന്ന് നോയ്സ്, ഹീറ്റ്, കോൾഡ് സ്ട്രെസ്, വൈബ്രേഷൻസ്, റേഡിയേഷൻസ്, ഇലുമിനേഷൻ. ഇതൊക്കെ ഫിസിക്കൽ ഹസാർഡുകൾക്ക് എക്സാമ്പിളാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് വെൻ യൂസിങ് എ ഫയർ എക്സ്റ്റിങ്വിഷർ? ഫയർ എക്സ്റ്റിങ്വിഷർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ പാസ് എന്നാണ് പറയുക. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ഓരോ ലെറ്ററാണ്, പ്രൊസീജിയറിൻ്റെ ഓരോ ഫസ്റ്റ് ലെറ്റേഴ്സാണ്. പാസിൽ പി പുള്ളാണ്, എ എന്ന് പറയുന്നത് എയിമാണ്, ഫസ്റ്റിൽ എസ് എന്ന് പറയുന്നത് സ്ക്യൂസ് ആണ്, അടുത്ത എസ് എന്ന് പറയുന്നത് സ്വീപ്പാണ്. പുൾ, എയിം, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്, ഇതാണ് നമ്മൾ പാസ് എന്ന് പറഞ്ഞ് ഫയർ എക്സ്റ്റിങ്വിഷർ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഓപ്പറേഷൻ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് സ്റ്റെപ്പ് ഓഫ് ദി 5S കൺസെപ്റ്റ് റെഫേർഡ് ആസ് സ്റ്റാൻഡർഡൈസേഷൻ? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ സ്റ്റാൻഡർഡൈസേഷനിൽ 4S 5S എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷൻസ് ഉണ്ട്.
അതിൽ 5S എന്ന് പറയുന്നത് 5 എസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടിംഗ് ഔട്ട്. സ്റ്റെപ്പ് 1 ആണ് സോർട്ടിംഗ് ഔട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സിസ്റ്റമാറ്റിക് എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേര്. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഷൈൻ ക്ലീൻലെസ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി 5S ഉണ്ട്, സ്റ്റെപ്പ് 5S ആണ്, അപ്പോൾ 5 സ്റ്റെപ്പ് ഉണ്ട്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഇതാണ് 5 സ്റ്റെപ്പുകൾ. ഇതിൽ സ്റ്റാൻഡേർഡൈസേഷൻ എത്രാമത്തെ സ്റ്റെപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാമത്തെ സ്റ്റെപ്പാണ്. വിച്ച് പ്ലെയർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വയർ ഹുക്സ് ആൻഡ് ലൂപ്സ്? നമുക്ക് പലതരത്തിലുള്ള പ്ലെയറുകൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. അതിൽ വയർ ഹുക്ക് ഉണ്ടാക്കാനും ലൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന പ്ലെയർ ഏതാണെന്നാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കാം. ഫ്ലാറ്റ് നോസ് പ്ലെയർ ഒന്നാമത്തത്. ഫ്ലാറ്റ് നോസ് പ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് നോസ് പ്ലെയർ യൂസ് ചെയ്യുക. ലോങ് നോസ് പ്ലെയർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. സ്മോൾ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. റൗണ്ട് നോസ് പ്ലെയർ ആണ് നമ്മൾ ഹുക്ക് ഉണ്ടാക്കാനും വയർ ഹുക്ക് ഉണ്ടാക്കാനും ലൂപ്പൊക്കെ ഉണ്ടാക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നത് റൗണ്ട് നോസ് പ്ലെയർ ആണ്. ഇനി ഡയഗണൽ കട്ടിംഗ് പ്ലെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈഡ് കട്ടിംഗ് പ്ലെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ അലൂമിനിയത്തിനെയോ അല്ലെങ്കിൽ കോപ്പറിനെയോ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയഗണൽ കട്ടിംഗ് പ്ലെയർ അല്ലെങ്കിൽ സൈഡ് കട്ടിംഗ് പ്ലെയർ ഒക്കെ യൂസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് പിൻസർ? എന്താണ് പിൻസറിൻ്റെ യൂസ്? ട്വിസ്റ്റിംഗ് ദ ഫ്ലെക്സിബിൾ വയേഴ്സ്. ഫ്ലെക്സിബിൾ വയറിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് കോമ്പിനേഷണൽ പ്ലെയർ ആണ് നമ്മൾ ട്വിസ്റ്റിംഗ് ദ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ വയറിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കട്ടിംഗ് സ്മോൾ ഡയമീറ്റർ ഓഫ് വയേഴ്സ്. ചെറിയ ഡയമീറ്ററുള്ള വയറുകളെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡയഗണൽ കട്ടിംഗ് പ്ലെയർ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. എക്സ്ട്രാക്റ്റിംഗ് ദ പിൻ നെയിൽസ് ഫ്രം ദ വുഡ്. ഇതാണ് നമ്മളുടെ പിൻസറിൻ്റെ അപ്ലിക്കേഷൻ. എക്സ്ട്രാക്റ്റിംഗ് ദ പിൻ നെയിൽസ് ഫ്രം ദ വുഡ്. ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്റ്റ് വെർ ഫിംഗേഴ്സ് കനോട്ട് റീച്ച്. നമുക്ക് വളരെ ചെറിയ ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് ലോങ് നോസ് പ്ലെയർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റോഡ് സേഫ്റ്റി സൈൻ? റോഡിൽ കാണുന്ന നമ്മളൊരു സേഫ്റ്റി സൈനാണ്. ഈ സൈൻ്റെ മീനിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബോർഡാണത്. സ്റ്റോപ്പ് ദ വെഹിക്കിൾ, അതാണ് നമ്മളുടെ മീനിങ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഒബേ ചെയ്യേണ്ട ഒരു കാറ്റഗറി ഓഫ് സൈനാണ് സ്റ്റോപ്പ് സൈൻ. സോ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു? മാൻഡേറ്ററി സൈനിൽ വരും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വാർണിംഗ് സൈൻസ് ഇൻ ദ ബേസിക് കാറ്റഗറി? അപ്പോൾ നമ്മൾ 4 ടൈപ്പ് സൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 ടൈപ്പ് സൈനിൻ്റെ ബോർഡുകൾക്കും ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ഓരോന്നാണ്. കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി 4ൻ്റെ കളറും 4ൻ്റെ ഷേപ്പും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി മാൻഡേറ്ററി സൈനുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളാണ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പ്രൊഹിബിഷൻ സൈനുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ യൂസ് ചെയ്യാറുള്ളത്. യെല്ലോ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വാർണിംഗ് സൈനുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യെല്ലോ സൈൻ യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ സൈനുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാർണിംഗ് സൈനാണ്. വാർണിംഗ് സൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യെല്ലോ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫയർ ഓൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്? നമുക്ക് പലതരത്തിലുള്ള ഫയറുകളുണ്ട്. ക്ലാസ് A, B, C, D എന്ന് പറഞ്ഞ 4 തരത്തിലുള്ള ഫയർ ഉണ്ട്. ആ 4 തരത്തിനെ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പലതരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്. ഹാലോൺ ടൈപ്പ്, ഫോം ടൈപ്പ്, ഗ്യാസ് കാറ്ററിഡ്ജ്, അങ്ങനെ പലതരത്തിലുള്ള ടൈപ്പ് ഇതുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളുടെ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റിങ്വിഷേഴ്സാണ് ഒന്നെങ്കിൽ ഹാലോൺ, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, അതല്ലെങ്കിൽ ഡ്രൈ പൗഡർ, അതുമല്ലെങ്കിൽ CTC. ഈ 4 എക്സ്റ്റിങ്വിഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫയറുകൾ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഫോമും വാട്ടറും ഒന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഹാലോൺ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫയറിന് യൂസ് ചെയ്യുന്നത്. ഫോം ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ക്ലാസ് D ഫയറാണ് ഇലക്ട്രിക്കൽ ഫയർ. ക്ലാസ് B ഫയറുകളെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്യാസ് കാറ്ററിഡ്ജ് ടൈപ്പും സ്റ്റോർഡ് പ്രഷർ ടൈപ്പും എന്നൊക്കെ പറയുന്നത് ഇത് വാട്ടർ ഫിൽഡ് എക്സ്റ്റിങ്വിഷേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ് A ഫയറുകൾക്കാണ് നമ്മൾ നോർമലി ഇത് രണ്ടും യൂസ് ചെയ്യുക. വാട്ടർ ഫിൽഡും അതേപോലെ തന്നെ ഫോം ടൈപ്പും ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ ഫയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. വിച്ച് ഈസ് ദ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ്? നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്.
അതിനകത്ത് ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചത്. റീസൈക്ലിങ്ങിൽ അത്ര ഹീറ്റൊന്നും വരില്ല. റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക, റീസൈക്കിൾ ചെയ്തെടുത്ത് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനെയാണ് റീസൈക്ലിംഗ് എന്ന് പറയുക. കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വേസ്റ്റിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കിങ്ങായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകളാക്കി മെറ്റീരിയലിനെ വളരെ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിങ്ങായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയാം. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ കൺട്രോൾഡായിട്ട് കത്തിക്കുക, കൺട്രോൾഡായിട്ട് നമ്മൾ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ളത് ആർക്കാണ്? ഇൻസിനറേഷനിലാണ്. നെക്സ്റ്റ്, വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എലമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഫ്രം ഫ്യൂംസ്? നമുക്ക് പലതരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫ്യൂംസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തത് ആപ്രൺ. ആപ്രൺ എന്ന് പറയുന്നത് ഒരു ബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഹോട്ട് പാർട്ടിക്കിൾസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്രൺസ് യൂസ് ചെയ്യുക. ഐ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പി ആണ് ഗൂഗിൾസ്. അതിനകത്ത് ഗൂഗിൾസിൽ നമ്മൾ നോർമലി ഡസ്റ്റ്, UV റേസ്, IR റേസ് പോലെയുള്ള കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾസ് യൂസ് ചെയ്യുന്നത്. ഇയർ മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നോയ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയർ മാസ്ക് യൂസ് ചെയ്യുന്നത്. നോസ് മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡസ്റ്റ്, ഫ്യൂംസ്, ഗ്യാസസ്, വേപ്പേഴ്സ് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? നോസ് മാസ്കിനെ യൂസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BIS? BIS മീൻസ് ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ ഏജൻസിയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓപ്ഷൻ ബി. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ആൻഡ് മൂവ് ഹെവി ലോഡ്സ്? നമുക്ക് വർക്ക്ഷോപ്പിനകത്ത് ഹെവി ലോഡുകളെ മൂവ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ലിഫ്റ്റ് ആൻഡ് മൂവ്? പൊക്കുകയും വേണം, അതിനെ മൂവ് ചെയ്യുകയും വേണം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ വിഞ്ചസ്. ഫസ്റ്റ് ഒരു ഓപ്ഷനാണ് വിഞ്ചസ്. വിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി ലോഡുകളെ ഒരു ഗ്രൗണ്ട് സർഫസിനകത്ത് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് വിഞ്ചസ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെയിൻ ആൻഡ് സ്ലിങ്സ് ആണ്. ക്രെയിൻ ആൻഡ് സ്ലിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെയിൻ യൂസ് ചെയ്ത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും പറ്റും, സ്ലിങ്സ് യൂസ് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ ക്രെയിൻ ആൻഡ് സ്ലിങ്സ് ആണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യുകയും മൂവ് ചെയ്യുകയും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ലെയേഴ്സ് ആൻഡ് റോളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയേഴ്സ് ആൻഡ് റോളേഴ്സ് യൂസ് ചെയ്യുക. മെഷീൻ മൂവിങ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ലോഡിങ്, അൺലോഡിങ്, മൂവിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെഷീൻ മൂവിങ് പ്ലാറ്റ്ഫോംസ്. വാട്ട് ഈസ് സ്റ്റാർവിങ് ഇൻ ഫയർ? എക്സ്റ്റിങ്വിഷിംഗ് ഓഫ് ഫയർ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. സ്റ്റാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ഫ്യൂവൽ എലമെൻറ്റ് ഫ്രം ദ ഫയർ, റൈറ്റ്? റിമൂവിങ് ഫ്യൂവൽ എലമെൻറ്റ് ഫ്രം ദ ഫയർ തൊട്ട് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ PPE? ഈ തന്നിരിക്കുന്ന PPE എന്ന് പറയുന്നത് എന്താണ്? നോസ് മാസ്ക് ആണോ, ഹാൻഡ് ഷീൽഡ് ആണോ, ഫേസ് ഷീൽഡ് ആണോ, ഹാൻഡ് സ്ക്രീൻ ആണോ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 ഓപ്ഷനും നമുക്ക് ഒരേപോലെ തോന്നും. നോസ് മാസ്ക് അല്ല, ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഇത് ഹെഡ് ഷീൽഡ് ആണോ? ഇത് നമ്മുടെ മുഴുവൻ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് ഇതൊരു ഹെഡ് ഷീൽഡ് അല്ല. നെക്സ്റ്റ്, ഫേസ് ഷീൽഡ് ആണോ? ഫേസ് ഷീൽഡാണ്, നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റാണ്, ഫേസ് ഷീൽഡാണ്. പക്ഷേ ഇത് ഫേസ് ഷീൽഡ് അല്ല. ഫേസ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ നമ്മൾ കയ്യിൽ പിടിക്കാത്ത സാധനമാണ് ഫേസ് ഷീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ ഫിഗറിനകത്ത് ഇതിനൊരു ഹാൻഡിലുണ്ട്, അതിനർത്ഥം ഇതൊരു ഹാൻഡ് സ്ക്രീനാണ്. നമ്മൾ വെൽഡിങ് പർപ്പസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളതിനെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് സ്ക്രീൻ, അതിനാണ് ഹാൻഡ് സ്ക്രീൻ എന്ന് പറയുക. ഫേസ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കൊന്നുമില്ല, അത് നമ്മുടെ ഫേസിലുണ്ടാവും. വിച്ച് ഡിസ്പോസൽ മെത്തേഡ് ഓഫ് വേസ്റ്റ് സേവ്സ് ലോട്ട് ഓഫ് എനർജി? ഒരുപാട് എനർജി സേവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? നമ്മൾ പല ടൈപ്പ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് ഡിസ്പോസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. റീസൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ വേറൊരു പ്രൊഡക്റ്റിലേക്ക് മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആ സമയത്താണ് നമുക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇൻസിനറേഷനിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻസിനറേഷനിലാണ്. കമ്പോസ്റ്റിങ്ങിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ആണ്. ബട്ട് നമുക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യുന്ന സ്ഥലം ഏതാണ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൈക്ലിംഗ് ആണ്. നെക്സ്റ്റ്, വിച്ച് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ് ഈസ് ടു ബി പെർഫോംഡ് ടു ദ വിക്ടം വിത്ത് ഇഞ്ചുറീസ് ഓൺ ചെസ്റ്റ് ആൻഡ് ബെല്ലി? ചെസ്റ്റിലും ബെല്ലിയിലും ഇഞ്ചുറിയുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെസ്പിറേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 മെത്തേഡാണ് തന്നത്. ഷാഫേഴ്സ് മെത്തേഡ്, മൗത്ത് ടു മൗത്ത് മെത്തേഡ്, മൗത്ത് നോസ് മെത്തേഡ്, നെൽസൺ ആം ലിഫ്റ്റ് പ്രഷർ മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ ചെസ്റ്റിലും ബെല്ലിയിലും ഇഞ്ചുറി ആയിട്ടുള്ള ഒരാളെ
ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ മെത്തേഡാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷണൽ ഹസാർഡ് ഈസ് കോസ് ഫോർ ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഹസാർഡാണ്? നമ്മൾ തൊട്ട് മുമ്പ് കുറച്ച് ഹസാർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഹസാർഡാണ്? ബയോളജിക്കൽ ഹസാർഡാണ്. ഇലക്ട്രിക്കൽ ഹസാർഡിനെ കുറച്ച് ഒരു എക്സാമ്പിൾസാണ് എർത്തിങ് ഇല്ല, ഷോർട്ട് സർക്യൂട്ടാണ്, കറണ്ട് ലീക്കേജ് ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്, ഫ്യൂസ് ഇല്ല. ഇതൊക്കെ ഇലക്ട്രിക്കൽ ഹസാർഡിന് എക്സാമ്പിൾസാണ്. അതേപോലെ തന്നെ ഇൻഫെക്ഷന്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ബയോളജിക്കൽ ഹസാർഡാണ്. സൈക്കോളജിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുമുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ അല്ല, അതിന് മുമ്പ് ഫിസിയോളജിക്കൽ ഉണ്ട്. ഫിസിയോളജിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഏജ്, സെക്സ്, അതേപോലെ തന്നെ ഇൽനെസ്, സിക്ക്, ഇതൊക്കെ സൈക്കോളജിക്കൽ ഹസാർഡാണ്, ഫിസിയോളജിക്കൽ ഹസാർഡാണ്. സൈക്കോളജിക്കൽ ഹസാർഡിൽ നേരത്തെ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോളിസം, അൺസ്കിൽഡ്, അതേപോലെ തന്നെ പ്യുവർ ഡിസിപ്ലിൻ, ഇതൊക്കെ സൈക്കോളജിക്കൽ ഹസാർഡിൽ വരുന്ന ഹസാർഡ്സാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ടൂൾ? ഈ തന്നിരിക്കുന്ന സ്റ്റൂൾ എന്ന് പറയുന്നത് പിൻസറാണ്. പിൻസർ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞാണ്. എക്സ്ട്രാക്റ്റിംഗ് നെയിൽസ് ഫ്രം ദ വുഡ്. ഹൗ വിൽ യു ഡയഗ്നോസ് ദ വിക്ടം ഈസ് സഫറിംഗ് അണ്ടർ കാർഡിയാക് അറസ്റ്റ്? ഹൗ വിൽ യു ഡയഗ്നൈസ് എങ്ങനെയാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് ഉള്ള ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. കാർഡിയാക് അറസ്റ്റ് ഉള്ള ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ എറൗണ്ട് ലിപ്സ്, അവൻ്റെ ലിപ്സിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്ലൂ കളർ കാണാൻ പറ്റും. അതാണ് കാർഡിയാക് അറസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ടൂൾ? ഈ ടൂൾ എന്ന് പറയുന്നത് സൈഡ് കട്ടിംഗ് ടൂൾ അല്ലെങ്കിൽ ഡയഗണൽ കട്ടിംഗ് ടൂളാണ്. സൈഡ് കട്ടിംഗ് ടൂൾ അല്ലെങ്കിൽ ഡയഗണൽ കട്ടിംഗ് ടൂൾ എന്നാൽ പ്ലെയറാണ്. സൈഡ് കട്ടിംഗ് പ്ലെയർ അല്ലെങ്കിൽ ഡയഗണൽ കട്ടിംഗ് പ്ലെയറാണ് ഈ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സേഫ്റ്റി സൈൻ? ഇതൊരു സേഫ്റ്റി സൈനാണ്. ഇത് ഏത് സൈനാണ്? ഇത് ഗ്ലൗസ് കാണിച്ചിരിക്കുന്നൊരു സൈനാണ്. ഇതൊരു മാൻഡേറ്ററി സൈനാണ്. നിർബന്ധമായും നമ്മൾ ഗ്ലൗസ് ധരിക്കണം. വിയർ ഗ്ലൗസ്. ഇതൊരു മാൻഡേറ്ററി സൈനാണ്. നിർബന്ധമായിട്ട് നമ്മൾ ഒബേ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സൈനാണ്. അതുകൊണ്ട് ഇതൊരു മാൻഡേറ്ററി സൈനാണ്. വാട്ട് വിൽ ബി ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ് ഓഫ് ദി വിക്ടം? നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മൾ കൈ മുറിഞ്ഞു, ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി എന്താ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മുറിഞ്ഞത് അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് പിടിക്കാം. അപ്ലൈയിങ് പ്രഷർ ഓവർ ദ ഇഞ്ചേർഡ് പൊസിഷൻ. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ഓയിൻമെൻ്റ് ഇടും അല്ലെങ്കിൽ നനയ്ക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മളവിടെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളവിടെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. Then 25. What immediate action should be taken to rescue the victim if he is still in contact with electrical power supply? ഒരാൾക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ സപ്ലൈയിൽ നിന്നും അയാളെ ഒഴിവാക്കണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് അതിനെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. പുൾ ഓർ പുഷ് ഹിം ഫ്രം കോണ്ടാക്ട് ബൈ ഹാൻഡ് വഴി നമ്മൾ അയാളെ തള്ളുകയോ പിടിക്കുകയോ വലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. ഇൻഫോം യുവർ അതോറിറ്റി അബൌട്ട് ഹിസ് ഇലക്ട്രിക്കൽ ഷോക്ക്. അവൻ അവിടെ കിടന്ന് മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ അതോറിറ്റി ഇൻഫോം ചെയ്യാനല്ല പോകേണ്ടത്, അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പോകേണ്ടത്. കോൾ സമ്മൺ ഫോർ ഹെൽപ്പിംഗ് റിമൂവിങ് ഫ്രം ദ കോണ്ടാക്ട്. വേറൊരാളെ വിളിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യല്ല വേണ്ട, അയാളെ സേഫ് ആക്കല്ലേ വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാപ്പബിൾ അല്ല. വി ആർ ഇൻ സൈക്കോളജിക്കൽ ഹസാർഡ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതല്ല ചെയ്യേണ്ടത്. മറ്റൊരാളെ ഹെൽപ്പില്ലാതെ നമ്മൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. ബ്രേക്ക് ദ കോണ്ടാക്ട് ബൈ സ്വിച്ചിങ് ഓഫ് ദി പവർ സപ്ലൈ. ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ സ്വിച്ച് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യുക. നമുക്ക് സ്വിച്ച് ആക്സസ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അയാളെ പുൾ ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി കോഷണറി സൈൻ? നമ്മൾ റോഡിൽ കാണുന്ന ഒരു സൈനാണിത്. ഇത് റോഡ് സൈനാണ്, നമ്മളെ വർക്ക്ഷോപ്പ് സൈനല്ല. ഒരു സീബ്ര ക്രോസിൽ ഒരാൾ പോകുന്നു. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്ട്രിയൻ ക്രോസിങ്. ഒരാളവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരാളവിടെ ക്രോസ് ചെയ്യുന്നുണ്ടെന്നല്ല, അവിടെ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. വിച്ച് ഈസ് ദ ഗോൾഡൻ ഹവർ ഫോർ ദ വിക്ടിം ഇഞ്ചേർഡ് ഹെഡ് വിത്ത് റിസ്ക് ഓഫ് ഡൈങ്? നമ്മളൊരു ആക്സിഡൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആദ്യത്തെ 30 മിനിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോൾഡൻ ഹവർ. ആ 30 മിനിറ്റിലാണ് ഒരു ഹെഡ് ഇഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ 30 മിനിറ്റ് ചെയ്തിരിക്കണം. അതാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന 30 മിനിറ്റ്സ്. ഫസ്റ്റ് 30 മിനിറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഗോൾഡൻ ഹവർ. വിച്ച് കണ്ടീഷൻ ഓഫ് ദി വിക്ടം ഈസ് റെഫേർഡ് ആസ് കോമ സ്റ്റേജ്? എന്താണ് കോമ?
നമ്മൾ പലപ്പോഴും കണ്ടും നമ്മൾ പലർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് സിറ്റുവേഷനാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അൺകോൺഷ്യസ് ബട്ട് ക്യാൻ റെസ്പോൺസ് ടു കോൾ. അൺകോൺഷ്യസ് ആണ്, ഓക്കെ, ബട്ട് കോളിന് നമുക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് കോമയല്ല. കോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആയിരുന്ന സിറ്റുവേഷനെ അല്ല നമ്മൾ കോമ എന്ന് പറയാം. ബ്രീത്തിങ് ബട്ട് കനോട്ട് റെസ്പോൺസ് ടു കോൾ. ബ്രീത്തിങ് ബട്ട് കനോട്ട് റെസ്പോൺസ് ടു കോൾ, അത് കോമ ആണെന്ന് വേണമെങ്കിൽ പക്ഷേ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് അടുത്ത ഓപ്ഷനോട് നോക്കാം. ലൈ ടോട്ടലി സെൻസ്ലെസ് ആൻഡ് ഡു നോട്ട് റെസ്പോൺസ് ടു കോൾ. ഇതാണ് കോമയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 സേഫ്റ്റി പ്രാക്ടീസ് ആൻഡ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള നിമിയുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.